ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച CPM വിലക്ക് നേരിട്ട ഇടത് നിരീക്ഷകൻ BN അസ്കർ റിപ്പോർട്ടറിനോടൊപ്പം ചേരുക. ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാൻ പോവുകയാണ്. എന്താണത്? അങ്ങനെയല്ല, വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒരു വർത്തമാനകാല യാഥാർത്ഥ്യബോധത്തോടുകൂടി രാഷ്ട്രീയം പഠിക്കുകയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായും CPM രാഷ്ട്രീയത്തിൻ്റെ അപജയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപജയത്തെയും കണ്ട് വല്ലാതെ വിഭ്രാന്തിയിലാവുന്ന ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയും ഭരണകൂടവും ഒരു പുതിയ വർഗത്തെ സൃഷ്ടിക്കുകയും ആ വർഗത്തിനൊപ്പം പാർട്ടി ചലിക്കുകയും ചെയ്യുന്നു എന്നുള്ള ജീർണതയുടെ കാലഘട്ടത്തിലാണ് CPM നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ബദൽ ഇടതുപക്ഷം എന്നുള്ളതാണ് ചിന്ത. ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക കഴിയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാൻ മറ്റൊരു ഇടതുപക്ഷ പാർട്ടി, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രം അനുശാസിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ബംഗാൾ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, ഇന്നും ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വളരെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും കഴിയും എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിലെത്താതിരിക്കുകയും മറിച്ച് ഇന്ന് UDF സംവിധാനം എന്ന് പറയുന്നത് വലിയ തോതിൽ ഇടതുപക്ഷമായി ഇടപെടുകയും ചെയ്യുന്നു എന്ന ബോധ്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു ചുവടുമാറ്റത്തെക്കുറിച്ച് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ ആവില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ ചുവടുമാറ്റം തീരുമാനിച്ചിട്ടുള്ളത്. ഇടതു പാർട്ടി എന്ന് പറയുമ്പോൾ UDFൽ RSPയിലേക്കാണ് പോകുന്നത്. RSP ആണ് UDFലുള്ള ഒരു പ്രധാന ഇടതു പാർട്ടി എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ അംഗത്വം സ്വീകരിക്കുമോ? അത് അവർ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ RSPയുടെ സംവിധാനത്തിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ചെല്ലുന്നത്, അല്ലേ? വൈകുന്നേരം ശ്രീ VD സതീശനും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കം പങ്കെടുക്കുന്ന ഒരു ബേബി ജോൺ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് RSPയുടെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനതിൽ ഇപ്പോൾ നിലവിൽ മാനസികമായി ഒരു പാർട്ടി മാറ്റം നടന്നു കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അത് ഇന്ന് വൈകുന്നേരം ഉണ്ടാവുക തന്നെ ചെയ്യും. മെമ്പർഷിപ്പൊക്കെ തരികയും ഞാൻ എപ്പോഴും സർവ്വത്മന ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ തീരുമാനിക്കേണ്ടത് RSP ആണ്, UDF നേതൃത്വമാണ്. ഇത്രയും നാൾ ഇടതുപക്ഷത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ LDFന് വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ചുവട് മാറ്റി UDFന് വേണ്ടിയായിരിക്കുമല്ലോ സംസാരിക്കേണ്ടി വരിക. അതൊരു അടിസ്ഥാനപരമായി ഞാൻ പാർട്ടിക്കുള്ളിലും എൻ്റെ വലയങ്ങൾക്കുള്ളിലും വളരെ കൃത്യമായി ഇടതു വ്യതിയാനത്തെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെടുകയും ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ശബ്ദം പോരാ, പുറത്തുപോയി പറയണമെന്ന് തുടങ്ങിയപ്പോഴാണ് ചാനൽ ചർച്ചയിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഇനി ഇത് വളരെ ശക്തമായി പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം UDF ആണോ? നേരത്തെ അങ്ങനെ ഒരു പരാമർശം നടത്തി. നിശ്ചയമായും ഞാൻ ഇന്ത്യയൊട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇടപെടുന്ന ഇടതുപക്ഷ ബദൽ ഒരു ഘട്ടത്തിലും CPM ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ ഇടപെടുന്നില്ല എന്ന തോന്നലാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഇന്ത്യയിൽ വോട്ട് ചോരി അടക്കം, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നടന്ന പദയാത്രകളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇടതുപക്ഷം. കേരളത്തിൽ ശ്രീ VD സതീശനാണ് ഇടതുപക്ഷം. ശ്രീ ഷിബു ബേബി ജോണാണ് കേരളത്തിലെ ഇടതുപക്ഷം. അപ്പോൾ ആ ഇടതുപക്ഷത്തോടൊപ്പം ചേരുക എന്നുള്ളതാണ്, അവരോടൊപ്പം മാനസികമായി ഐക്യപ്പെടുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യത. ഇനി UDF പ്രതിനിധിയായി ചാനൽ ചർച്ചകൾ സജീവമായിട്ട് തന്നെ ഉണ്ടാവും. ഞാൻ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായിട്ടുണ്ടാവും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും അഡ്വക്കേറ്റ് BN അസ്കർ ഇന്ന് വൈകിട്ട് RSP അംഗത്വം സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിലായിരിക്കും അംഗത്വം എന്തായാലും അദ്ദേഹം സ്വീകരിക്കുക. ചാനൽ ചർച്ചകളിൽ ഇനി UDFൻ്റെ വക്താവായി BN അസ്കർ തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആശയപരമായി മാറ്റം ഉണ്ടാകുന്നില്ല, സാങ്കേതികപരമായി പുതിയൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുവെന്നാണ് അദ്ദേഹം എന്തായാലും റിപ്പോർട്ടറിനോട് ഇന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.